Welcome to Tasty Buds. അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 3 കപ്പ് ചെറുപയർ മുളപ്പിച്ചെടുത്തതാണ്. ഇത് ഏകദേശം വലിയ ബൗളിനൊരു ബൗൾ കണ്ടല്ലോ. ഇത് വളരെയധികം പോഷകഗുണമുള്ളതാണ്. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാധാരണ ചെറുപയർ നമ്മൾ ഉപ്പേരി വെച്ചോ അല്ലെങ്കിൽ തോരൻ വെച്ചോ കറി വെച്ചോ കഴിക്കുന്നതിനേക്കാൾ നല്ല പോഷകഗുണമുള്ളതാണ്. നമ്മൾ മുളപ്പിച്ച് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ അതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളുത്തുള്ളി വലിയ അല്ലിയാണ്, ഞാൻ 9 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കൈ നിറയെ ഒരു പിടി നമ്മുടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ വറ്റൽമുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടി നമ്മളൊന്ന് ചതക്കണം. അതായത് വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ടാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത്. കല്ലിൽ വെച്ച് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ്. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂടി വെക്കുമ്പോൾ അല്ലാതെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. മൂടി വെക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കളറ് മാറിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വന്നോട്ടെ. നമുക്ക് ചെറിയ ഉള്ളി ചതച്ചത് ചേർക്കാം. ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ടപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് നന്നായി വഴന്നതിന് ശേഷം നമുക്ക് ചെറുപയർ മുളപ്പിച്ചത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി എണ്ണ ഒഴിക്കും. എണ്ണ നമ്മുടെ വെളിച്ചെണ്ണ കുറവുണ്ട്. ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചെറുപയർ മുളപ്പിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇട്ടിട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഇടാം. നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇനി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് സാലഡ് പോലെ കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അത് വെറുതെ തന്നെ നമുക്കെടുത്ത് കഴിക്കാം. ചിലർ ഇതിൽ തേങ്ങ ചേർക്കാറുണ്ട്. തേങ്ങ ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർക്കാവുന്നതാണ്. തേങ്ങ ചെറിയത് ചേർക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെന്തോട്ടെ നല്ലോണം.
ഒന്ന് ഇളക്കി, അധികം വല്ലാതെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകും. ഫ്ലെയിം നല്ല ലോയിലായിരുന്നു ഇതുവരെ. നമുക്കൊന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വെക്കട്ടെ. ഇനി നമുക്കത് തുറന്ന് നോക്കാം, വെന്തോ ഇല്ലേ നോക്കാം. ഞാൻ ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ പാകത്തിനുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുളച്ച് ലാസ്റ്റായിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ മുളപ്പിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.